ലൈവ് അപ്ഡേറ്റുകളിലേക്ക് പോവാം. ധൈര്യശാലികളായിട്ടുള്ള 3 പേരെ മത്സരാർത്ഥികൾ എല്ലാവരും കൂടി തെരഞ്ഞെടുത്ത് ആക്ടിവിറ്റി ഏരിയയിലേക്ക് പറഞ്ഞയച്ചു. അനീഷ്, ജിസേൽ, ആര്യൻ എന്നീ 3 പേരാണ് പോയത്. 1000 പോയിന്റുകളുടെ ചാലഞ്ചാണ് ബിഗ് ബോസ് കൊടുത്തത്. അതിൽ ആദ്യത്തെ ചാലഞ്ച് ഈ നിമിഷം മുതൽ ഫുൾ സീസൺ മിണ്ടാതിരിക്കുക എന്നുള്ളൊരു കാർഡാണ്. അനീഷാണ് അതെടുത്ത് വായിച്ചത്. അനീഷിന്റെ പെഡസ്റ്റലിൽ ഇരുന്ന കാർഡായിരുന്നു അത്. അതുകൊണ്ട് ഈ ഒരു കാർഡ് വായിച്ചതും അനീഷ് മിണ്ടാതിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ലൈവിനകത്ത്. ആര്യന് മലയാളം വായിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായി. അത് വായിച്ചു കൊടുക്കാൻ പോലും അനീഷ് തയ്യാറായില്ല. അത് കഴിഞ്ഞ് ഭൂകമ്പം ഉണ്ടായിട്ട് പോലും അനീഷ് മിണ്ടുന്നില്ല. ടാസ്ക് ആരംഭിച്ചിട്ടില്ല. 3 പേരും തീരുമാനിച്ചതിന് ശേഷമേ ആരംഭിക്കാവൂ എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും അനീഷ് കേട്ടില്ല, മിണ്ടാതിരിക്കുകയായിരുന്നു. പിന്നെ ആര്യനും ജിസേലും തമ്മിലുമായിരുന്നു ഗെയിം. അവർ തമ്മിൽ സഹകരിച്ചു പോകുന്നതാണ് കണ്ടത്. ജിസേലിന്റെ പെഡസ്റ്റലിൽ ഇരുന്ന കാർഡ് തല മൊട്ടയടിക്കണം എന്നുള്ളൊരു കാര്യമായിരുന്നു. ആര്യന്റെ പെഡസ്റ്റലിൽ ഒരു ജ്യൂസ് ഇരിപ്പുണ്ടായിരുന്നു, അത് കുടിക്കണം എന്നുള്ളതാണ് ആര്യന്റെ ടാസ്ക്. അനീഷ് ഈ ഒരു ടാസ്കിൽ ഇവരുമായിട്ട് ചർച്ച ചെയ്യാതിരുന്നതിന് പിന്നിൽ ഒരു ഗെയിം ഉണ്ട്, അതിനെപ്പറ്റി പറയാം. ബ്രില്യൻസ് ആണ്. ടാസ്ക് തുടങ്ങിയിട്ടില്ല എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ട് പോലും അനീഷ് ഒരു വാക്ക് സംസാരിച്ചില്ല. ആര്യൻ തല മൊട്ടയടിക്കില്ല എന്നൊരു സ്റ്റാൻഡ് എടുത്ത്. കാരണം റിലീജിയസ്ലി പുള്ളിക്ക് അതിന് സാധിക്കില്ല. അച്ഛൻ മരിക്കുമ്പോഴാണ് അത്ര തല മൊട്ടയടിക്കുന്നത്. ആര്യൻ പറഞ്ഞതും കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മാറ്റി പറയുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പറയാവേ. എന്നെ ഇനി ഒരിക്കലും നോമിനേറ്റ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് മാസ് ഇറക്കിയാണ് ആര്യൻ മൊട്ടയടിക്കാന്ന് സമ്മതിച്ചത്. പക്ഷെ എല്ലാവരും പറഞ്ഞു നിന്നെ നോമിനേറ്റ് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല, അതെന്നാ ഗെയിമാണെന്ന് ചോദിച്ചു. പുള്ളിയുടെ ഡബിൾ ഗെയിം അവിടെ എക്സ്പോസ് ആയതുപോലെയാണ് എനിക്ക് തോന്നിയത്. മറ്റേ രൺബീർ കപൂർ ലുക്ക് പോകാതിരിക്കാൻ വേണ്ടിയായിരിക്കും ആര്യൻ മൊട്ടയടിക്കാതിരിക്കാൻ തയ്യാറായത്. അപ്പാൻഷടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ഒരു ക്യാരക്ടറിന് വേണ്ടി സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നീ മൊട്ടയടിക്കാതിരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആര്യൻ പറയുന്നുണ്ട്, ഇല്ല ഞാൻ മൊട്ടയടിക്കുന്നില്ല, അപ്പോഴും ഞാൻ വിഗ് വെച്ച് അഭിനയിച്ചോളാമെന്ന്. അപ്പൊ അതായിരുന്നു അത്. ജിസേലിനെയും ആര്യനെയും തല മൊട്ടയടിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഹ്യൂമാനിറ്റി എന്നുള്ള റീസൺ ആണ് പറഞ്ഞത്. ജിസേലിനെ മൊട്ടയടിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് ആര്യൻ പറഞ്ഞത്. അനീഷ് പറയാതെ പറഞ്ഞത് ആര്യൻ മൊട്ടയടിക്കണം എന്നും ജിസേൽ ജ്യൂസ് കുടിക്കണം എന്നാണ്. ഇതിനുശേഷം ഹൗസ് മേറ്റ്സ് എല്ലാവരും ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പോലും അനീഷ് ഒരു തരത്തിലും മിണ്ടുന്നില്ല. അനീഷ് എന്തെങ്കിലും പറയുകയായിരുന്നെങ്കിൽ ഈ ഗെയിം മൊത്തത്തിൽ ചേഞ്ച് ആയേനെ എന്നാണ് തോന്നുന്നത് കേട്ടോ. പക്ഷെ വേറൊരു ആസ്പെക്റ്റിൽ ചിന്തിച്ചാൽ അനീഷ് കളിച്ചത് ഒരു ഗംഭീര ഗെയിമാണ്. ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അനീഷ് തലമുടി മൊട്ടയടിക്കേണ്ടി വന്നേനെ. കാരണം ഇവരൊരു സഖ്യമാണല്ലോ, ആര്യൻ ജിസേൽ ഹിന്ദി സഖ്യമാണല്ലോ. ആര്യന്റെയും ജിസേലിന്റെയും പ്ലാൻ അത് തന്നെയായിരുന്നു. പിന്നെ ഈ മലയാളികളായിട്ടുള്ള നമുക്ക് സൂപ്പർസ്റ്റിഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അത് നോർത്തിലോട്ടൊക്കെ ഉള്ള അത്രയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പെണ്ണുങ്ങൾ മൊട്ടയടിക്കുന്ന വിധവകളാവുന്നതിന് ഒരു ഇതാണെന്നാണ് ജിസേല് പറയുന്നത്. പിന്നെ അച്ഛൻ മരിക്കുമ്പോഴാണ് മൊട്ടയടിക്കുന്നതെന്ന് ആര്യം പറയുന്നുണ്ട്. ഈ സൂപ്പർസ്റ്റിഷൻ വെച്ചിട്ടാണ് ഇവർ കളിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അതൊക്കെ ഓരോരുത്തരുടെ ബിലീഫ്സ് ആണ്. ഇതിലൊന്നും ഒരു കാര്യവും പറയാൻ നമ്മൾ ആളല്ല. പക്ഷെ ഇതിൽ ഇത്തിരി ഒരു മര്യാദയൊക്കെ വേണ്ടടേ. 10ാം ആഴ്ചത്തെ ഫാമിലി വീക്കിന് വേണ്ടി ഈ ആഴ്ചത്തെ ഫുഡ് കിട്ടാൻ വേണ്ടിയുള്ള 750 പോയിന്റ് ത്യജിച്ചിട്ട് വന്നവരുണ്ട് ആ വീട്ടില്. ബിഗ് ബോസ് അത് വളരെ കൃത്യമായിട്ട് പറയുകയും ചെയ്തതാണ്. അന്നപ്പോ ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇമോഷണൽ ആയിട്ടാണ് ആദില നൂറ എന്നിവർ തീരുമാനമെടുത്തത്. അത് മണ്ടത്തരമായി പോയെന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞത്. എന്തായാലും ലൈവിനകത്ത് ഇതൊരു വമ്പൻ ഫൈറ്റിലേക്ക് പോകുന്നുണ്ട്. കാരണം 1000 പോയിന്റുകളുടെ ഒരു ചാലഞ്ച് ആയിരുന്നു ഇത്. സർവൈവലിന് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. റേഷൻ, ബേസിക് റേഷൻ പോലും അവിടെ അവർക്ക് ആർക്കും കിട്ടിയിട്ടില്ല. അപ്പൊ എല്ലാവരും പരമാവധി കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആര്യനെ. ആര്യൻ ഒന്ന് സഹകരിക്കുകയായിരുന്നുവെങ്കിൽ ഈ 1000 പോയിന്റുകൾ അവർക്ക് കിട്ടിപ്പോയനെന്നാണ് തോന്നുന്നത്. അവിടെ മറ്റേ രൺബീർ കപൂറിന്റെ ലുക്കും കാര്യങ്ങളും ഒന്നും ഒരു ഫാക്ടറേ അല്ല. അതുകൊണ്ടാണ് ആര്യം തല മൊട്ടയടിക്കാതിരുന്നത്. ഈ പെഡസ്റ്റലുകളിൽ ഒന്നും ആരുടെയും പേരൊന്നും ബിഗ് ബോസ് എഴുതി വെച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. ആർക്ക് വേണേലും ഏത് വേണേലും എവിടെ വേണേലും കയറി നിൽക്കാമായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. അല്ലെങ്കിൽ ആ കാർഡ് ഏത് വിധേനയും എടുക്കാമായിരുന്നു. അനീഷ് മിണ്ടാതിരുന്നത് പുള്ളിയുടെ ബ്രില്യൻ ഗെയിം ആയിരുന്നു എന്ന് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോ സൈലൻസ് അത് തന്നെ ഒരു ഭയങ്കര പവർ ഹോൾഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സൈലൻസ് ഇസ് പവർ എന്ന് കേട്ടിട്ടില്ലേ? അതായിരുന്നു അനീഷിന്റെ ഇതിന്റെ അകത്തെ ഗെയിം, ബ്രില്യൻ ഗെയിം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.